ഇനി നമുക്ക് ബിരിയാണിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഓക്കെ, ഇനി നമ്മൾ ചീനച്ചട്ടി ഇതിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. അപ്പം എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി ഇടാം. ഗരം മസാല 1/4 സ്പൂണും പിന്നെ ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂണും പിന്നെ ടർമറിക് പൗഡർ ഹാഫ് ടീസ്പൂണ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലോട്ട് മുള്ളു മാറ്റി വെച്ച മീൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഉപ്പ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തിരി ആഡ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം കുക്കറിൽ നിന്ന് ഫുള്ള് ഞാൻ ബിരിയാണി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് കുറച്ചിടാം. ഇനി മിക്സിംഗ് പ്രോസസ്സാണ്. കുറച്ച് കൂട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് വറുത്ത ഒണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ മിക്സിംഗ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ കുക്കർ അടച്ച് വേവിക്കും.